എയ്സാപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നിപ്പോൾ കേരളത്തിൽ താപനില വളരെ കൂടുതലായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. വേനൽമഴ ഏതാണ്ടൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എങ്കിലും ഇപ്പോഴും നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര താപമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ താപവും ആ താപനിലയും ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയും. ഒരു പദാർത്ഥത്തിൻ്റെ താപനിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ്. ഇങ്ങനെയുള്ള ഊഷ്മാവ് അളക്കുന്ന ഉപകരണം അത് തെർമോമീറ്ററാണ്. അപ്പോൾ ഊഷ്മാവ് അളക്കുന്ന ഉപകരണം തെർമോമീറ്ററാണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോയാണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റാണ്. അപ്പോൾ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ, മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റാണ്. ഇങ്ങനെയുള്ള സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയില്, അങ്ങനെയുള്ള ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന തോതുകൾ അല്ലെങ്കിൽ സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയില്. സെൽഷ്യസ് സ്കെയില് കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ് സ്കെയില് കണ്ടുപിടിച്ചത് ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ്. കെൽവിൻ സ്കെയില് കണ്ടുപിടിച്ചത് ലോർഡ് കെൽവിൻ ആണ്. ഇനി ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ഇങ്ങനെയുള്ള ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫാരൻഹീറ്റ് സ്കെയിലാണ്. അപ്പോൾ ഊഷ്മാവ് അളക്കുന്ന സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയില്. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് അത് കെൽവിനാണ്. ഉയർന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമുണ്ട്. ഉയർന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് പൈറോജെനിക്സ് എന്ന് പറയും. ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണം അത് പൈറോമീറ്ററാണ്. ഇനി സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചാൽ അതും പൈറോമീറ്ററാണ്. താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളത് റൗണ്ട് ചെയ്ത് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. ഇനിയുണ്ട് ദ്രാവകവുമായി ബന്ധപ്പെട്ട് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്ന് കേട്ടിട്ടുണ്ട് അല്ലയോ? ഒരു ദ്രാവകം തിളയ്ക്കുന്ന സ്ഥിരമായ ഒരു ഊഷ്മാവുണ്ട്. അങ്ങനെ ഒരു ദ്രാവകം തിളയ്ക്കുന്ന സ്ഥിരോഷ്മാവാണ് തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. ഇങ്ങനെയുള്ള ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലത്തിൻ്റെ തിളനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു എന്ന തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് പ്രഷർ കുക്കർ. സെൽഷ്യസ് സ്കെയില്, കെൽവിൻ സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, ഈ സ്കെയിലുകളെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാം, ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാം, പിന്നെ അവിടെ നമുക്ക് കെൽവിനിലേക്ക് മാറ്റാം. അങ്ങനെ ഈ 3 സ്കെയിലുകളെയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തേത് ഈ സെൽഷ്യസ് സ്കെയിലിനെ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് F = 9C/5 + 32. ഇതിൽ സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ അവർ തരും. അപ്പോൾ 9C എന്നുള്ള സ്ഥലത്ത് ആ സിയുടെ സ്ഥാനത്ത് നമുക്ക് ആ സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണമായിട്ട് മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്ര എന്ന് ചോദിച്ചാൽ 9 × 37/5 + 32 ചെയ്താൽ മതി. അപ്പം 9 × 37/5, 5ഉം 37ഉം കൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 7.4 എന്ന് വരും. അപ്പം 9 × 7.4 + 32, that is 66.6 + 32, that's equal to 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇനി ഫാരൻഹീറ്റിനെ നമുക്ക് സെൽഷ്യസിലേക്ക് മാറ്റാം. ഫാരൻഹീറ്റ് സ്കെയിലിനെ സെൽഷ്യസ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ ദാറ്റ് ഇസ് C = 5 × F - 32/9 ആണ്. 5 × F - 32/9. ഇതിൽ ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ അതായത് F എത്രയാണെന്ന് അവർ തന്നിരിക്കും. അപ്പോൾ ആ സ്ഥാനത്ത് ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 212 ഡിഗ്രി ഫാരൻഹീറ്റിനെ സെൽഷ്യസ് ആക്കുമ്പോൾ കിട്ടുന്ന ഊഷ്മാവ് എത്രയാണ്? അപ്പോൾ 5 × 212 - 32/9 ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ 212 നിന്ന് 32 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും. അപ്പോൾ 5 × 180/9. ഓക്കെ, ഇനിയുണ്ട് 9ഉം
180 കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 20 കിട്ടും. അപ്പോൾ 5 × 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഇനി സെൽഷ്യസിനെ നമുക്ക് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചറിൻ്റെ കൂടെ 273 കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ K = C + 273 ആണ്. ഇപ്പോൾ ജലത്തിൻ്റെ തിളനില കെൽവിൻ സ്കെയിലിൽ എത്ര ചോദിക്കുക. അപ്പോൾ C എന്നുള്ളത് 100 കൊടുക്കണം. അപ്പോൾ K = 100 + 273 ദാറ്റ് ഈസ് ഈക്വൽ ടു 373 കെൽവിൻ. ഓക്കെ, 100ൻ്റെ കൂടി 273 കൂട്ടുമ്പോൾ 373 കെൽവിനാണ്. ഇനി കെൽവിനെ സെൽഷ്യസിലേക്ക് ആക്കുന്നതിന് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിൽ നിന്ന് 273 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ C = K - 273 ചെയ്താൽ മതി. ഉദാഹരണമായിട്ട് 310 കെൽവിന് തുല്യമായ സെൽഷ്യസിലെ ഊഷ്മാവ് എത്രയാണെന്ന് ചോദിച്ചാൽ 310 - 273 = 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി സെൽഷ്യസ് സ്കെയിലും ഈ ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ ഊഷ്മാവ് കാണിക്കുന്നത് അത് സ്ഥിരം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും സെയിം ടെമ്പറേച്ചർ അല്ലെ ഒരേ ഊഷ്മാവ് കാണിക്കുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പം 40 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ ഫാരൻഹീറ്റിലേക്ക് മാറ്റിയാലും സെൽഷ്യസിലേക്ക് മാറ്റിയാലും കിട്ടുന്നതെല്ലാം 40 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സ്കെയിലുകളും ഒരേ ഊഷ്മാവ് കാണിക്കുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. താപധാരിത ദാറ്റ് ഇസ് എ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവ്, അതാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. എനി സബ്സ്റ്റൻസ് ഏതൊരു പദാർത്ഥമാകുമ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ എത്രമാത്രം താപം വേണം ആ താപത്തിൻ്റെ അളവാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ഇനി ഇങ്ങനെയുള്ള വിശിഷ്ട താപധാരിതയുണ്ട്, ദാറ്റ് ഈസ് എ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. അതായത് 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപധാരിത. ഇങ്ങനെയുള്ള വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ഉണ്ട്, അത് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ഇത് രണ്ടും പറയാം കേട്ടോ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഒന്നേ ഉള്ളൂ, അത് ജലമാണ്. ആ ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങനെ ജലത്തിന് ഏറ്റവും കൂടുതൽ താപത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുകൊണ്ടാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ജലമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നതിന് കാരണം ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപധാരിതയാണ്. ഇനിയുണ്ട് കലോറി. കലോറി എന്ന് വെച്ചാൽ താപത്തിൻ്റെ CGS യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 1 കലോറി എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ജലത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 കലോറി. ആ 1 കലോറി എത്ര ജൂളാന്ന് വെച്ചാൽ 4.2 ജൂളാണ്. ഇനി താപത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോ ഡൈനാമിക്സ്. ഇങ്ങനെ താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. താപത്തിൻ്റെ CGS യൂണിറ്റ് കലോറിയാണ്. ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയുണ്ട്. ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന അല്ല ഉരുകുന്ന നിശ്ചിത താപനിലയാണ് മെൽട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറയും. ഇങ്ങനെയുള്ള ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് കാർബണാണ്. ഇനി ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ മൂലകം ഹീലിയം. തിരിഞ്ഞു പോകരുത്. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ എലമെൻ്റ് അല്ലെങ്കിൽ മൂലകം അത് കാർബണാണ്. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ എലമെൻ്റ് അല്ലെങ്കിൽ കുറഞ്ഞ മൂലകം അത് ഹീലിയമാണ്. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം അത് ടങ്സ്റ്റനാണ്. എന്നാൽ ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറിയാണ്. അപ്പോൾ ആ മൂലകം എന്ന വാക്ക് വരുമ്പോഴും ലോഹം എന്ന വാക്ക് വരുമ്പോഴും ആൻസർ മാറാറുണ്ട്. ഇനി ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി മാറാൻ ആവശ്യമായ താപത്തിൻ്റെ അളവുണ്ട്. അതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത്. അതായത് ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്ന രീതിയുണ്ട്, അത് ചാലനമാണ്. ദ്രാവകങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതി അത് സംവഹനം എന്ന് പറയും. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് വികിരണം മൂലമാണ്. ഓക്കെ, അപ്പോൾ ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ, then സംവഹനം, കൺവെക്ഷൻ, then വികിരണം, ദറ്റ് ഇസ് എ റേഡിയേഷൻ. നീരാവി തട്ടിയുണ്ടാകുന്ന പൊള്ളൽ തിളച്ച വെള്ളം വീണുണ്ടാകുന്ന പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് എന്ന് പറയുന്നതിന് കാരണം നീരാവിയിൽ ലീനതാപം കൂടുതലായതുകൊണ്ടാണ്.
ഇപ്പം നീരാവിയിൽ ഏത് താപം കൂടുതലാണ്? ലീനതാപം കൂടുതലായതുകൊണ്ടാണ് നീരാവി തട്ടി ഉണ്ടാകുന്ന പൊള്ളൽ തിളച്ച വെള്ളം വീണുണ്ടാകുന്ന പൊള്ളലിനേക്കാൾ ഗുരുതരമാണെന്ന് പറയുന്നത്. കാര്യം ലീനതാപം എന്ന് പറയുമ്പോൾ ഊഷ്മാവിൽ വ്യത്യാസമില്ലാതെ ഒരു വസ്തുവിന് അവസ്ഥാ പരിവർത്തനം നടക്കുമ്പോൾ സ്വീകരിക്കുന്ന താപമാണ് ലീനതാപം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രഷർ കുക്കർ ഉപയോഗിച്ച് ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം പ്രഷർ കുക്കറിലെ ജലത്തിൻ്റെ തിളനില കൂടുതലായതുകൊണ്ടാണ്. ആ പ്രഷർ കുക്കറിൽ ജലത്തിൻ്റെ തിളനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു എന്ന തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് പ്രഷർ കുക്കർ. ആ പ്രഷർ കുക്കർ ഉപയോഗിച്ച് ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ജലത്തിൻ്റെ തിളനില കൂടുതലായതുകൊണ്ട്. താപം അളക്കുന്ന ഉപകരണമുണ്ട്, അത് കലോറി മീറ്ററാണ്. ഈ മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ഊർജ രൂപം അത് താപോർജ്ജമാണ്. ഇനി തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയുണ്ട്, അത് സംവഹനമാണ്. ഇനി ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയും. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, താപം നഷ്ടപ്പെടുമ്പോൾ അവ സങ്കോചിക്കും. ഇങ്ങനെ താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങളും വികസിക്കാറുണ്ട്, അതുപോലെ തണുക്കുമ്പോൾ അത് സങ്കോചിക്കുകയും ചെയ്യും. അങ്ങനെ സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും പ്രവർത്തിക്കുന്നത്. ഇനി താപം മൂലം വസ്തുക്കൾക്കുണ്ടാകുന്ന എക്സ്പാൻഷനുണ്ട്, വികാസമുണ്ട്, അതാണ് താപീയ വികാസം. താപീയ വികാസം ഏറ്റവും കൂടുതലുള്ളത് വാതകങ്ങളിലാണ്. താപീയ വികാസം ഏറ്റവും കുറവ് ഖരപദാർത്ഥങ്ങളിലാണ്. ഇങ്ങനെ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു ഖരവസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രവർത്തനമാണ് ഉത്പതനം എന്ന് പറയും. അതായത് ഖരവസ്തുക്കളെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് ദ്രാവകമാകും, ദ്രാവകങ്ങളെ ചൂടാക്കുമ്പോഴത് വാതകാവസ്ഥയിലേക്ക് മാറും. എന്നാൽ ഇടയ്ക്കത്തെ ആ ഒരു പ്രവർത്തനം നടക്കില്ല. അതായത് ഖരവസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറാറുണ്ട്, അതാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഊഷ്മാവിൽ വർധനവില്ലാതെ അവസ്ഥാ പരിവർത്തനം നടക്കുമ്പോൾ സ്വീകരിക്കുന്ന താപത്തെ വിളിച്ച പേരാണ് ലീനതാപം. ഓക്കെ, ഇനിയുള്ള ഒരു പദാർത്ഥങ്ങളുടെയും തിളനിലകളാണ്. ഇപ്പം ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെഥനോളിൻ്റെ തിളനില 64 ഡിഗ്രി സെൽഷ്യസ് ആണ്. എഥനോളിൻ്റെ തിളനില 79 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെർക്കുറിയുടെ തിളനില 357 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലത്തിൻ്റെ തിളനില 120 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ അമോണിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഊഷ്മാവ് 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില അത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വർണത്തിൻ്റെ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ 1063 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ടങ്സ്റ്റൺ ലോഹത്തിൻ്റെ ദ്രവണാങ്കം അത് 3410 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം -115 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെർക്കുറിയുടെ ദ്രവണാങ്കം -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. മത്സരപരീക്ഷാ രംഗത്ത് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ എയ്സാപ്പ് ഫോളോ ചെയ്യുക. നിങ്ങൾ ആ യൂട്യൂബ് ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.